I welcome all the 5th standard students to my English class. Last class we wrote a conversation between the fisherman and his wife. Today we are going to analyze a skit. What is a skit? Skit is a short drama. We are going to discuss all the features of a skit and how it can be performed in the classroom. Here, our second question. Let us write the whole story in the form of a skit. Discuss in groups and prepare the skit. Your teacher will help you. What are the events in the story? Where do the events take place? Who are the characters? What do they say? Then write them in the boxes below. ഇവിടെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്. അതിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് കോളത്തിൽ എഴുതിയിരിക്കുന്ന ക്യാരക്ടേഴ്സും സെക്കൻഡിലെ ഈവൻസും. Which are the characters here? Here only two characters, the fisherman and his wife. Characters: the fisherman and his wife. Then last class we discussed some events also. Here the fisherman, first event is the fisherman gets a mirror from the seashore. We studied in the story that one evening while he was walking along the seashore, he saw a ship passes and then he saw something in the sand and he took it and it was something shiny. That was a mirror. The first event is the fisherman gets a mirror from the seashore. Second event, he sees his image. When he looks at the mirror, he saw his own image. He sees his image. Third event, he misunderstands that it as his father. He misunderstands it as his father. Fourth event, shows it to his wife. Then first event, fisherman gets a mirror from the seashore. Second, he sees his image. Third, misunderstands it as his father's. Fourth event, shows it to his wife. Then she sees her mother in it. That is the fifth event. She sees her mother in it. Then sixth event, then a quarrel. There was a quarrel between the fisherman and his wife. Then so the sixth event is a quarrel. Then mirror falls down. During the quarrel, the mirror falls down. Then last, breaks into pieces. The mirror falls down and breaks into pieces. These are the main events of this story. അപ്പോൾ ഈ ഈവൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സ്കിറ്റ് തയ്യാറാക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ക്യാരക്ടേഴ്സിനെ കണ്ടെത്തി. രണ്ട് ക്യാരക്ടേഴ്സേ ഉള്ളൂ. വൺ ഈസ് ദ ഫിഷർമാൻ, ദ അതർ ഈസ് ഹിസ് വൈഫ്. ദെൻ വി ഓൾസോ took 6 events from the story. ഈ സ്റ്റോറിയിൽ നിന്ന് നമ്മൾ 6 or more than or 8 or 9 events, നമുക്ക് ഒന്നിൽ 6 7 8 9 എത്ര ഇവൻറ്റ്സ് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. മോണലോഗാണ് ഇതിനകത്ത്. ഫിഷർമാൻ തനിച്ചേ ഉള്ളൂ. ഇപ്പോൾ ഫിഷർമാനായ മിറർ കിട്ടുന്നു, അതിലേക്ക് നോക്കുന്നു. ആൻഡ് ദെൻ ഹി മിസ്അണ്ടർസ്റ്റാൻഡ്സ് ഇറ്റ് ആസ് ഹിസ് ഫാദറാണെന്ന് തെറ്റിദ്ധരിക്കുന്നു. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനകത്തൊക്കെ നമുക്ക് സാധാരണ വരുന്നത് മോണലോഗാണ്. പിന്നെ വൈഫിനെ മീറ്റ് ചെയ്തതിന് ശേഷം ആ മിറർ കാണിച്ചതിന് ശേഷമാണ് നമുക്കവിടെ ഡയലോഗ് വരുന്നത്. ഇപ്പോഴാ ഡയലോഗ് നമ്മൾ എഴുതണം. അപ്പം ഇത് ആക്ട് ചെയ്യുന്നതിന് നമ്മൾ കുറേ പ്രാക്ടീസൊക്കെ ചെയ്യണം. അപ്പം അതിന് ആദ്യം നമ്മൾ ക്യാരക്ടേഴ്സിനെ അസൈൻ ചെയ്യുന്നു, പിന്നെ അവരുടെ ഈവൻറ്റ്സ് കണ്ടെത്തുന്നു, പിന്നെ ഡയലോഗ് കൺസ്ട്രക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇത് ഗ്രൂപ്പ് പ്രസൻറ്റേഷൻ ആയിരിക്കും ക്ലാസ്സുകളിൽ. അപ്പോൾ ഓരോ ഗ്രൂപ്പ് പ്രസൻറ്റ് ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർ അതിനെ ഇവാലുവേറ്റ് ചെയ്യണം. അതിൻ്റെ ഒരു വിലയിരുത്തലാണ് പിന്നീട് നടത്തേണ്ടത്. അപ്പോൾ ഇതിനകത്ത് പറയുന്നുണ്ട്, ഡിസ്ക്രൈബ് യുവർ എക്സ്പീരിയൻസ് ഓഫ് പ്രസൻറ്റിംഗ് ഓർ വാച്ചിങ് ദ സ്കിറ്റ്. പ്രസൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ്, അതുപോലെ തന്നെ വാച്ച് ചെയ്യുമ്പോഴെന്താണ്. അപ്പം അതായത് പിന്നെ ഒന്ന് നമ്മൾ പറയുന്ന അസസ്മെൻ്റ് ആണ്. മറ്റു ഗ്രൂപ്പിൻ്റെ അസസ്മെൻറ്റ്, മറ്റുള്ളവരെ വിലയിരുത്തുക, അവരെങ്ങനെ അവതരിപ്പിച്ചു, അപ്പം എന്ത് ചെയ്തിരുന്നെങ്കിൽ അവരുടെ സൗണ്ട് കൊള്ളായിരുന്നോ, അതോ കുറച്ചുകൂടി വോളിയം വേണമായിരുന്നോ, അല്ലെങ്കിൽ ആ ക്ലാരിറ്റി കുറവായിരുന്നു, ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നമ്മളിതിനകത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. വിച്ച് വാസ് ദ ബെസ്റ്റ് പ്രസൻറ്റേഷൻ. ഇപ്പോൾ 3 or 4 ഗ്രൂപ്പ് പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് ബെസ്റ്റ് പ്രസൻറ്റേഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതെന്തുകൊണ്ടാണ് ബെസ്റ്റ് പ്രസൻറ്റേഷൻ
ബെസ്റ്റ് പ്രസൻറ്റേഷനിൽ അവരെ സെലക്ട് ചെയ്ത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയാമായിരിക്കുമല്ലോ. അപ്പോൾ അതെന്താണ് അതിൻ്റെ റീസൺ എന്ന് മനസ്സിൽ കണ്ടെത്തണം. വിച്ച് ക്യാരക്ടർ ഡിഡ് യു ലൈക്ക് ദ മോസ്റ്റ്, വൈ? അപ്പോൾ അതിൽ ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ആരാണ്, എന്തുകൊണ്ടാണ് ആ ക്യാരക്ടറിനെ ഇഷ്ടപ്പെട്ടത്? ഹു ഈസ് ദ ബെസ്റ്റ് ആക്ടർ ഓർ ആക്ട്രസ്, അല്ലെ നല്ല നടി അല്ലെങ്കിൽ നടൻ ആരാണെന്ന് കണ്ടെത്തണം. വാട്ട് ആർ യുവർ സജഷൻസ് ടു ഇംപ്രൂവ് ദ പ്രസൻറ്റേഷൻ, അവരുടെ ആ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ ആ നിർദ്ദേശങ്ങൾ നിങ്ങൾ കൊടുക്കുക. വേർ യു ഏബിൾ ടു ഹിയർ ദ ആക്ടേഴ്സ് വെൽ, അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ കേൾക്കാൻ പറ്റുന്നോ, ഓഡിയബിലിറ്റി എങ്ങനെ ഉണ്ട് എന്നുള്ളതാണ് അടുത്ത അസസ്മെൻറ്റിൻ്റെ ഒരു സൂചകം. യെസ്. ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ മറ്റു ഗ്രൂപ്പുകാരുടെ പ്രസൻറ്റേഷൻ നമ്മൾ വിലയിരുത്തി കഴിഞ്ഞാൽ ഏകദേശം ഇതായി. അപ്പോൾ നിങ്ങൾ തന്നെ എഴുതി നോക്കുക. ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ് നമ്മൾ കണ്ടെത്തി, ഈവൻറ്റ്സ് കണ്ടെത്തി. ടെക്സ്റ്റ് പല പ്രാവശ്യം വായിച്ചതിന് ശേഷം നിങ്ങൾ തന്നെ അതിൻ്റെ ഡയലോഗ് കൺസ്ട്രക്ട് ചെയ്തിട്ട് ഗ്രൂപ്പായിട്ട് പ്രസൻറ്റ് ചെയ്യുക. ഇപ്പോൾ ഗ്രൂപ്പ് പ്രസൻറ്റേഷൻ കഴിഞ്ഞിട്ട് ഒരു അസസ്മെൻ്റ് ഉണ്ട്. നിങ്ങൾ ഓരോ ഗ്രൂപ്പിൻ്റെയും പ്രസൻറ്റേഷൻ എങ്ങനെയെന്ന് നിങ്ങൾ വിലയിരുത്തുന്നു. അപ്പം വിലയിരുത്തുന്നതിന് കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവരുടെ ഏറ്റവും ബെസ്റ്റ് പ്രസൻറ്റേഷൻ ഏതാണ്, അതുപോലെ ഏറ്റവും നല്ല ക്യാരക്ടർ ആരുടേതാണ്, അതുപോലെ ഏറ്റവും നല്ല ആക്ടർ ആരാണ്, ആക്ട്രസ് ആരാണെന്ന് കണ്ടെത്താം. പിന്നെ എന്തെങ്കിലും സജഷൻസ്, അവരുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ എന്തെങ്കിലും സജഷൻസ് നിങ്ങൾക്ക് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ അവരുടെ സംസാരമൊക്കെ ഡയലോഗൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റുന്നോ എന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്കതിൻ്റെ ഒരു അസസ്മെൻ്റ് ആകും. അപ്പോൾ ഇത് നിങ്ങൾ തന്നെ എഴുതി നോക്കുക. സ്ക്രിപ്റ്റ് ക്യാരക്ടേഴ്സായി, ഇവൻറ്റ്സായി ഡയലോഗ് കൺസ്ട്രക്ട് ചെയ്യുക, ദെൻ പ്രസൻറ്റ് ചെയ്യുക. ഓക്കെ.